എപ്പിസോഡ് തുടക്കത്തിൽ കാണിക്കുന്നത് അനിരുദ്ധിനെയാണ്. അനിരുദ്ധ അവൾ നനച്ചു വെച്ച ബെഡ്ഷീറ്റൊക്കെ വൃത്തിയാക്കിയിട്ട് അവിടെ നിൽക്കുമ്പോൾ ബോന്തിത അവനോട് പറയാണ്, ഞാൻ ഇന്നും ആകെ നനച്ചു വെച്ചില്ലേ, നമ്മളുടെ കയ്യിൽ ഇനി ആകെ ഒരു ദിവസമുള്ളൂ, നാളെയാണ് ഏകാദശിയുടെ പൂജ, അപ്പോൾ അതിന് മുമ്പ് ഇത് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ആകെ വിഷമിച്ചിൽ നിൽക്കുകയാണ്. അപ്പോൾ അനിരുദ്ധ അവളോട് പറയാണ്, നീ ഒരിക്കലും വിഷമിക്കരുത് ബോന്തിത, നമ്മൾ ഒരുമിച്ച് നിന്നതൊക്കെ മാറും, നമ്മളെ ഒരു ദിവസം കൂടി ഇല്ലേ നമ്മുടെ കയ്യിൽ, അപ്പോൾ അതുകൊണ്ട് നമ്മളിത് മാറ്റുമെന്ന് അവളോട് അവൻ പറയുന്നുണ്ട്. എന്നിട്ട് അവൻ പറയാണ്, ഞാൻ എന്തൊക്കെ നിന്നോട് പറഞ്ഞു തന്നെന്ന് നിനക്ക് ഓർമ്മയില്ലേ എന്ന് പറയുമ്പോൾ അവൾ ഓരോന്നായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യണം, വെള്ളം എത്ര കുടിക്കണം, ഇത് തിന്നാൻ പാടില്ല, രസഗുള തിന്നാൻ പാടില്ല, അങ്ങനെയൊക്കെ അവനെ ഓരോ കണക്കിന് അവന് അതേപോലെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവനത് കേട്ടിട്ട് നന്നായിട്ട് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ അവിടുന്ന് പോവുകയാണ്. അപ്പോൾ ബോന്തിത ദേവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് വേഗം മാറ്റി കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളത്. പിന്നെ അനിരുദ്ധിൻ്റെ അച്ഛനെ കാണിക്കുകയാണ്. അച്ഛന് സൗദാമിനിയോട് പറയാണ്, അവളിനെ വേഗം ഇവിടുന്ന് പുറത്താക്കുക തന്നെ വേണം, അതിന് നീ പറഞ്ഞാൽ അവൾ എല്ലാം കേൾക്കില്ല, അപ്പോൾ അതേപോലെ നീ എന്തെങ്കിലും ചെയ്യണം അവളെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടെന്ന് സൗദാമിനിയോട് പറയുന്നുണ്ട്. അപ്പോൾ സൗദാമിനിയും അച്ഛന് വാക്ക് കൊടുക്കുകയാണ്, അവളിനെ എന്തായാലും ഇവിടുന്ന് പുറത്താക്കുക തന്നെ ചെയ്യും അവൾ എന്ന് വാക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ത്രിലോചന ഏകാദശിയുടെ പൂജയ്ക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ബിഹാരിയോട് പറയുന്നുണ്ട് എല്ലാം തയ്യാറല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് അനിരുദ്ധ് വരുന്നുണ്ട്. എന്നിട്ട് ത്രിലോചനയോട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. ഒരു ഫൺ ടോക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ പിന്നെ അനിരുദ്ധിൻ്റെ അച്ഛന് മുകളിൽ നിന്ന് ഇതൊക്കെ കാണുന്നുണ്ട്. എന്നിട്ട് അനിരുദ്ധിനെ ആൾ നന്നായിട്ട് അപമാനിക്കുന്നുണ്ട്, നിന്നെ കൊണ്ടൊന്നും നടക്കാൻ പോണില്ല, ഏകാദശിയുടെ മുന്നേ നിനക്കൊന്നും നടക്കാൻ പോണില്ല. അപ്പോൾ അവിടേക്ക് ബട്ടൂക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവനൊരു മജീഷ്യൻ്റെ ഒരു വേഷം കഴിഞ്ഞിട്ടാണ് വരുന്നത്. എന്നിട്ട് ത്രിലോചനോടും അനിരുദ്ധിനോടൊക്കെ പറയുന്നുണ്ട്, ചേട്ടാ ഞാനിതാ എനിക്ക് മാജിക്കൊക്കെ അറിയാം, അപ്പോൾ ഞാനത് കാണിച്ചു തരാമെന്നൊക്കെ പറയുമ്പോൾ ത്രിലോചൻ പറയുന്നുണ്ട്, നീ ഇപ്പോൾ അത് അവിടെ നിൽക്ക്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം എന്നൊക്കെ ത്രിലോചൻ പറയുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധിൻ്റെ അച്ഛൻ മൊഴി എന്നിട്ട് പറയാൻ, ബട്ടൂക്കെ നീ ഏട്ടന് കുറച്ച് മാജിക്ക് പഠിപ്പിച്ചു കൊടുക്ക്, എന്നാൽ ആ മാജിക്ക് പഠിച്ചിട്ടെങ്കിലും അവനെ ഇതിലൊന്ന് ജയിക്കട്ടെ എന്ന് ശരിക്കും അപമാനിച്ചിട്ട് അവനെ പറയുന്നുണ്ട്. പിന്നെ സമ്പൂർണ്ണനെ കാണിക്കുകയാണ്. സമ്പൂർണ്ണ ഹവേലിക്ക് വന്നേക്കാണ്, വൃത്തിയാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അവൾ അവിടേക്ക് വന്നേക്കുന്നത്. എന്നിട്ട് പൂജാമുറിയൊക്കെ കണ്ടിട്ട് എന്ത് വലിയ പൂജാമുറി എവിടുത്തെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ അങ്ങനെ ഓരോന്ന് തൊട്ട് ഒക്കെ നിൽക്കുമ്പോൾ ത്രിലോചൻ വന്നിട്ട് അവളെ ചീത്തൊക്കെ പറയുന്നുണ്ട്, കാരണം അവർ താഴ്ന്ന ജാതിക്കാരല്ലേ, അപ്പോൾ അതുകൊണ്ട്. അപ്പോൾ അതിനുശേഷം അവളോട് വൃത്തിയാക്കുമ്പോഴാവും ബോന്തിത അവളുടെ മുകളിൽ നിന്ന് കാണുക. അപ്പോൾ ബോന്തിത അവളെ കണ്ടിട്ട് ഓടി വരുന്നുണ്ട്. എന്നിട്ട് അവർ തമ്മിൽ കുറേ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് ബോന്തിത അവളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവളുടെ ഒപ്പം വൃത്തിയാക്കാൻ നിൽക്കുമ്പോഴാവും പുറത്തുനിന്ന് ഇങ്ങനെ ഒരാളുടെ ശബ്ദം കേൾക്കുക, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അയാളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ആളിങ്ങനെ ശബ്ദം ഇടുന്നുണ്ടാവും. അപ്പോൾ ഇത് കേട്ടിട്ട് സമ്പൂർണ്ണ ബോന്തിതനായിട്ട് അവിടേക്ക് പോവാണ്. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ കാണുക സൗദാമിനി അയാളുടെ ഒരു മരുന്ന് മേടിക്കുന്നുണ്ടാവും. ശരിക്കും സൗദാമിനിയുടെ ഒരു അടവാണ്, ആളിന് പൈസ കൊടുത്തിട്ടാണ് അവിടെ നിർത്തിയേക്കുന്നത്. ബോന്തിതയ്ക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സൗദാമിനി ഇങ്ങനെ ഒരാളെ അവിടെ ഏർപ്പാടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് സമ്പൂർണ്ണ പറയുന്നുണ്ട്, നമുക്ക് എന്തും വിശ്വസിച്ച് മേടിക്കാമല്ലോ, കാരണം സൗദാമിനി മേടിക്കുന്നുണ്ടല്ലോ, ആളുടെ നിന്ന് മരുന്ന് മേടിക്കുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്കും നമ്മുടെ പ്രശ്നം പറഞ്ഞിട്ട് ആളുടെ കയ്യിൽ നിന്ന് മരുന്ന് മേടിക്കാമെന്ന് സമ്പൂർണ്ണ ബോന്തിതയോട് പറയാണ്. അപ്പോൾ ബോന്തിത പറയുന്നുണ്ട്, എൻ്റെ പത്തിബാബു പറഞ്ഞാൽ ആളെന്നെ ചീത്ത പറയാം, ആൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും തീരെ ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം സമ്പൂർണ്ണ അവളും കൂടിയിട്ട് ആളുടെ അടുത്തേക്ക് പോയിട്ട് മരുന്നിന് വേണ്ടി ചോദിക്കുന്നുണ്ട്. ബോന്തിതയുടെ ബുദ്ധിമുട്ടുകൾ ആദ്യം പറയുന്നുണ്ട്. അപ്പോൾ ആൾ പറയാണ്, അതിനുള്ള മരുന്ന് എൻ്റെ കയ്യിലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആ മരുന്ന് അവൾക്ക് കൊടുക്കുന്നുണ്ട് ബോന്തിതക്ക്. അവൾക്ക് നന്നായിട്ട് സന്തോഷമൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം സമ്പൂർണ്ണ അവളുടെ പ്രശ്നം പറയാണ്, കുടുംബജീവിതം നന്നായിട്ട് ഞാൻ പോകണം ഞങ്ങളുടെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്കും മരുന്ന് വേണമെന്ന് പറഞ്ഞിട്ട് ആളുടെ കയ്യിൽ നിന്ന് ഒരു മരുന്ന് വാങ്ങുന്നുണ്ട്. സിൻകട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് സൗദാമിനിയാണ്. സൗദാമിനി ആ വന്ന ആൾക്ക് ആ പൈസ കൊടുക്കാനാണ് കാണിക്കുന്നത്. അപ്പോൾ ആ പൈസ കൊടുക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ആ മരുന്ന് നല്ല പ്രശ്നമുള്ള മരുന്നാണ്, അത് അവൾക്ക് കുടിച്ചാൽ അവൾക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ സൗദാമിനി പറയാണ്, നിങ്ങൾക്ക് കാശ് കിട്ടിയില്ലേ, ഇനി വായ അടച്ചിട്ട് പോകാൻ നോക്കുമെന്ന് അയാളെ ചീത്ത പറഞ്ഞിട്ട് അവൾ അവിടുന്ന് വിടുന്നുണ്ട്. പിന്നെ ബോന്തിത ആ മരുന്ന് കുടിക്കാനാണ് കാണിക്കുന്നത്. അങ്ങനെ അവൾ അത് കുടിച്ചിട്ട് നേരെ ഹാളിലേക്ക് പോയിട്ട് അവിടെ ടെലിഫോണിൽ വർത്താനം പറയാൻ നോക്കുകയാണ്. അവൾ പറയാണ്, ഞാൻ ഇതിൽ കൂടെ എൻ്റെ അമ്മോട് സംസാരിക്കൂല എന്ന് പറഞ്ഞിട്ട് അവൾ സംസാരിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അങ്ങനെ അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാവും അവളുടെ ചങ്കിൽ എന്തോ തടഞ്ഞ പോലെ തോന്നുക, ആകെ വയറൊക്കെ കത്തണ പോലെ ഉള്ള ഫീലൊക്കെ അവൾക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അവൾ ആകെ ബുദ്ധിമുട്ടിയിട്ട് ഇങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. പക്ഷേ അവൾ വെള്ളം കുടിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ കോയിൽ കാണുന്നുണ്ട്. എന്നിട്ട് അവളിങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ നിൽക്കുമ്പോൾ അവൾ പറയാണ്, എനിക്ക് കുടിക്കാൻ പാടില്ല, എൻ്റെ ഭർത്താവിന് ഞാൻ ഒരിക്കലും തോക്കാൻ വേണ്ടി സമ്മതിക്കില്ല, ഞാൻ ഇതൊരിക്കലും കുടിക്കില്ല, എന്നോട് ആൾ കുടിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല, അപ്പോൾ ഞാൻ അതുകൊണ്ട് കുടിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ആ വെള്ളം കുടിക്കുന്നില്ല. എന്നിട്ട് അവൾ ആ ബുദ്ധിമുട്ടൊക്കെ വെച്ചിട്ട് തന്നെ അവൾ ആ കോണിപ്പടി കയറാൻ വേണ്ടിയിട്ട് അവളുടെ റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്.
അപ്പോൾ ഈ സമയത്ത് തന്നെ അനിരുദ്ധ് വീട്ടിലേക്ക് കയറി വരികയാണ്. അപ്പോൾ ഈ കയറി വരുമ്പോൾ സൗദാമിനി അവിടേക്ക് ഒരു താലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്നിട്ട് അവൾ പൂജയുടെ കാര്യങ്ങളൊക്കെയാണ് ബോന്തിതയ്ക്ക് വേണ്ടിയിട്ട് നല്ലത് മാത്രം വരാൻ വേണ്ടിയിട്ടൊക്കെ അവൾ പൂജ ചെയ്യാന്നൊക്കെ അവനോട് പറയുന്നുണ്ട്. അപ്പോൾ അവനും ചിരിച്ചിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവന് ഉള്ളിലേക്ക് കയറി പോവാണ്. അപ്പോൾ പോകുമ്പോൾ കോയിൽ വന്നിട്ട് പറയാണ് ബോന്തിതയ്ക്ക് തീരെ വയ്യ, അവൾക്ക് തീരെ വയ്യ എന്ന് പറയുമ്പോൾ അനിരുദ്ധ് പറയാണ് എന്താ ബോന്തിതയ്ക്ക് എന്താ പറ്റിയത്, നീ മെല്ലെ പറയേ എന്താ പറ്റിയത്, സമാധാനത്തോടു കൂടി പറയുന്ന കോയിലിയോട് അനിരുദ്ധ് പറയാണ്. അപ്പോൾ കോയില് പറയുമ്പോഴേക്കും ബോന്തിത അവിടുന്ന് ആ കോണിപ്പടിയുമെന്ന് ഇങ്ങനെ തല കറങ്ങിയിട്ട് നിലത്തേക്ക് വീഴാണ്. അപ്പം അനിരുദ്ധ് ബോന്തിതാന്ന് വിളിച്ചിട്ട് ഓടിയിട്ട് അവളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അവളെ ആ ആളിലൊരു സോഫയമ്മ കൊടുത്തിട്ട് കിടത്തുന്നുണ്ട്. എന്നിട്ട് കോയിലോട് എന്തുണ്ടായി എന്നൊക്കെ ചോദിക്കുമ്പോൾ കോയില് പറയാണ് കുറച്ച് നേരം മുമ്പ് അവൾക്ക് നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു, അവൾ ചങ്കൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അവൾ വന്നു. പക്ഷേ എന്ന് പറയുമ്പോൾ സൗദാമിനി ചോദിക്കാൻ എന്നിട്ട് അവൾ വെള്ളം കുടിച്ചാന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ കോയില് പറയണേ ഒരു തുള്ളി വെള്ളം പോലും അവൾ ഇതിൽ കുടിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ സൗദാമിനി പറയണേ എന്ത് അവളെ മരുന്ന് കുടിച്ച് അവളങ്ങനെ പറയുമ്പോഴേക്കും അവൾ പെട്ടെന്ന് നിർത്താണ്. അപ്പോൾ അനിരുദ്ധ് പറയണ മരുന്നോ, എന്ത് മരുന്നെന്ന് അവളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സൗദാമിനി പറയണ അതല്ല, നീ എന്തെങ്കിലും മരുന്ന് അവൾക്ക് കൊടുത്താ, അല്ല അവളിങ്ങനെ വയ്യാണ്ടാവാൻ വേണ്ടിയിട്ട് എന്നിങ്ങനെ അവൾ പറയുന്നുണ്ട്. അപ്പോൾ സൗദാമിനി ശരിക്കും അപ്പോൾ അനിരുദ്ധിൻ്റെ മുമ്പിൽ പെട്ടായിരുന്നു. പക്ഷെ അവൾ പെട്ടെന്ന് വാക്ക് മാറ്റിയിട്ട് അവളങ്ങനെ രക്ഷപ്പെടുകയാണ്. കോയില് പറയുന്നുണ്ട് ബോന്തിത പറഞ്ഞു എൻ്റെ പത്തിബാബുവിനെ ഞാൻ ഒരിക്കലും തോക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും വെള്ളം കുടിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം ബിഹാരി അപ്പുറത്ത് നിന്ന് കരയുന്നുണ്ട് എന്തെങ്കിലും ചെയ്യേ, എന്താ മരുമോൾക്ക് എടുക്കണ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ബിഹാരിക്കും ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അവിടെയുള്ള എല്ലാവർക്കും നന്നായിട്ട് സങ്കടമൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധിൻ്റെ വിചാരം എന്താ അവൾ ജസ്റ്റ് ഒന്ന് തലറിഞ്ഞ് വീണതാവും, ആ രീതിയിൽ അവൻ പറയുന്നുണ്ട് എന്നാ റൂമിൽ കൊണ്ടുപോയിട്ട് കെടുത്തിക്കോ അവളിനെ എന്നൊക്കെ അനിരുദ്ധും പറയുന്നുണ്ട്. ത്രിലോചന അവിടേക്ക് വരികയാണ്. എന്നിട്ട് ത്രിലോചൻ പറയാണ് എനിക്ക് ഇതിനുള്ള കാരണം ആരാന്നറിയാം, അവൾക്ക് ഈ ഗതി വരാനുള്ള കാരണം എനിക്ക് ആരാന്നറിയാമെന്ന് ത്രിലോചൻ പറയുമ്പോൾ സൗദാമിനി ഇങ്ങനെ പേടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവളെ പറയൂ വെച്ചിട്ട് അപ്പോൾ ത്രിലോചൻ പറയാണ് അത് നീ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് അനിരുദ്ധിനെ നോക്കിയിട്ട്. അപ്പോൾ അനിരുദ്ധും ആകെ ഞെട്ടാണ്, എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ പറയണെന്ന് വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് ത്രിലോചൻ പറയാണ് നീ ആ കുട്ടിക്ക് ശരിക്കും പോലെ വെള്ളം കുടിക്കാൻ സമ്മതിക്കോ, ഒന്ന് ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കോ, ഇല്ലല്ലോ, അതുകൊണ്ടൊക്കെ തന്നെയാണ് അവൾക്ക് ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞിട്ട് അനിരുദ്ധിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതേപോലെ അവൻ്റെ അച്ഛനും അവനെ നന്നായിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. അവൾക്ക് നന്നായിട്ട് തിന്നാൻ കൊടുക്കാണ്ടാണ്, അവളെ ഒരു പാവക്കുട്ടിയുടെ പോലെയാണ് അവൻ കാണുന്നത്, അതുകൊണ്ടൊക്കെയാണ് ബോന്തിതയ്ക്ക് ഗതി വന്നതെന്ന് പറഞ്ഞിട്ട് അച്ഛനും അവനെ നന്നായിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പം അങ്ങനെ അവനെ സൗദാമിനിയോട് മാറ്റി നിർത്തിയിട്ട് ഇങ്ങനെ അവളോട് ചോദിക്കുകയാണ് നിനക്ക് എന്താ തോന്നണം, നീ അത് പറയ്, നിനക്ക് എന്താ തോന്നണം, ഞാനാണ് അവളുടെ ഈ ഗതിക്ക് കാരണം എന്ന് നിനക്ക് തോന്നണ്ട, നീ സത്യം പറയ എന്നോട് എന്ന് അവളോട് ഇങ്ങനെ അവൻ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് സൗരഭിൻ്റെ വീടാണ്. അപ്പോൾ അവിടെ സൗരഭിന് നന്നായിട്ട് വയ്യാണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് കാരണം ശരിക്കും സമ്പൂർണ്ണ ആ മരുന്ന് അവന് ഭക്ഷണത്തിൽ കലക്കി കൊടുത്തിട്ടുണ്ടാവും. ഇതാ രണ്ടാനമ്മ കണ്ടിട്ടുണ്ട്. അപ്പോൾ രണ്ടാനമ്മ പറയാണ് ഇവളാണ് കാരണം എന്ന് പറഞ്ഞിട്ട് അവളോടെ പിടിക്കപ്പെടാണ്. ആ സൗരഭിൻ്റെ ഭക്ഷണത്തിൽ ഇവളാണ് ആ വിഷം, അതായത് ആ മരുന്ന് കലക്കിയതെന്ന് എല്ലാവർക്കും മനസ്സിലാവുകയാണ്. അപ്പോൾ സമ്പൂർണ്ണക്ക് നിന്നിട്ട് കരയുന്നുണ്ട്. അവൾ വിചാരിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ ആവുമെന്ന്. അവൾ കുടുംബജീവിതം നന്നാവാൻ വേണ്ടിയിട്ടാണ് ആ മരുന്ന് മേടിച്ചിട്ട് അവന് കൊടുത്തത്. പക്ഷെ ആകെ മോശമാവുകയാണ് ശരിക്കും ചെയ്തത്. പിന്നെ സൗദാമിനി അനിരുദ്ധിനോട് പറയാണ് നിനക്ക് സത്യം പറയല്ലേ വേണ്ടത്, ഞാൻ എന്നാ കേട്ടോ, നീ തന്നെയാണ് അവളുടെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് അവളും അവനെ നന്നായിട്ട് കുറ്റപ്പെടുത്തിയിട്ട് പറയാണ്. അപ്പോൾ അവനെ ആകെ വിഷമിച്ചിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് എന്നാൽ ഞാൻ ബോന്തിതേനെ അവളുടെ അമ്മയുടെ അടുത്തേക്ക് തന്നെ കൊണ്ടാക്കാൻ, ഞാനിതിൽ തോറ്റു, എനിക്കിതിൽ ജയിക്കാൻ പറ്റില്ല, ഞാൻ എന്തായാലും അവളിനെ ഇനി ഒന്നും ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ സമ്മതിക്കില്ല, ഞാൻ അവളെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയി ആക്കാമെന്ന് അവനിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സൗദാമിനി നന്നായിട്ട് ചിരിച്ച് നിൽക്കുന്നുണ്ട്. അവൾക്ക് ശരിക്കും സന്തോഷമാണ് ഉണ്ടാവുന്നത്. അവളാണ് ഈ കളി കളിച്ചത് അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് ബോന്തിതേനെ. അപ്പോൾ അവളാകെ നന്നായിട്ട് സന്തോഷിച്ചിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ അനിരുദ്ധ് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോഴാവും സമ്പൂർണ്ണ ഓടി വന്നിട്ട് അവനോട് പറയാ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാ. അങ്ങനെ ഒരാൾ അവിടെ വന്നതും എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ടുള്ള മരുന്ന് അയാളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ബോന്തിത അത് മേടിച്ചതും ഒക്കെ സമ്പൂർണ്ണ പറയുന്നുണ്ട്. ഒപ്പം സൗരഭിന് വയ്യാണ്ടായതും പറയുന്നുണ്ട്. അപ്പോൾ സൗരഭിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് അനിരുദ്ധ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ബോന്തിതക്ക് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അവൾ മയങ്ങുന്നൊക്കെ അനിരുദ്ധം പറയുന്നുണ്ട്. എന്നിട്ട് അനിരുദ്ധ് വീടിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. എന്നിട്ട് അപ്പം ബോന്തിതക്ക് ചെറുതായിട്ട് ബോധമൊക്കെ വന്നിട്ടുണ്ടാവും. എന്നിട്ട് അവൾ കണ്ണ് തുറന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് കണ്ടിട്ട് സന്തോഷത്തോണ്ട് അനിരുദ്ധം ഓടി വരുന്നുണ്ട്. അപ്പോൾ ഓടി വരുമ്പോൾ സൗദാമിനി അവനെ തടയാണ്. എന്നിട്ട് അനിരുദ്ധ എന്ന് പറഞ്ഞിട്ട് അവൾ എന്തോ പറയാൻ വേണ്ടി നിൽക്കുമ്പോൾ അനിരുദ്ധ പറയണേ സൗദാമിനി നീ ഒന്ന് മാറി, ഞാൻ എൻ്റെ ബോന്തിത തന്നെ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവളെ അവിടുന്ന് അപമാനിക്കുന്നുണ്ട് അനിരുദ്ധ്. എന്നിട്ട് ബോന്തിതയുടെ അടുത്ത് കൊന്നിട്ട് പറയാണ് ബോന്തിത നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ ആകെ നന്നായിട്ട് വേവലാതിപ്പെടുന്നുണ്ട്. അവളോട് പറയാണ് ബോന്തിത നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ നന്നായിട്ട് വിഷമിച്ചിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്.
അപ്പോൾ അവൾ പറയാണ് ഞാൻ നല്ല ഭാര്യയല്ലേ, ഞാൻ ചെയ്തത് തെറ്റൊന്നുമില്ലല്ലോ, ഞാൻ നിങ്ങളെ തോക്കാൻ വിടുമോ, നമുക്കൊപ്പം നിന്നിട്ട് ജയിക്കണ്ടേ, ഇതിൽ നമ്മൾ വെല്ലുവിളിച്ചിട്ടില്ലേ, അപ്പം അതിൽ നമുക്കൊപ്പം നിന്നിട്ട് ജയിക്കണ്ടേ, ഞാൻ നിങ്ങളെ തോക്കാൻ വിടില്ലല്ലോ, ഞാൻ നല്ല ഭാര്യയല്ലേ എന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് അനിരുദ്ധിന് നന്നായിട്ട് സങ്കടം വരുന്നുണ്ട്. എന്നിട്ട് അവൻ പറയാണ് നീ നല്ല ഭാര്യയാണ്, നീ നല്ല കുട്ടിയാണ്, നിനക്ക് എവിടെ നിന്ന് ഇത്ര ധൈര്യമൊക്കെ വന്ന് എന്നൊക്കെ അവളോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ അവൾ പറയാണ് എനിക്ക് രസഗുള കഴിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ധൈര്യം വന്നതെന്ന് അവനോട് പറയാണ്. അപ്പോൾ ത്രിലോചന അപ്പുറത്ത് നിന്നിട്ട് ചിരിച്ചിട്ട് പറയാണ് വയ്യ അവൾക്ക് തീരെ. എന്നിട്ടും അവൾ പറയണേണ്ട രസഗുള അപ്പോഴും അവൾ വിട്ടിട്ടില്ല എന്ന് ത്രിലോചന ചിരിച്ചിട്ട് പറയുന്നുണ്ട്. ത്രിലോചനും ആകെ സങ്കടം വരികയാണ് അവളുടെ ഈ അവസ്ഥ കണ്ടിട്ടും. അവൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആർക്കായാലും ഒരു വിഷമമൊക്കെ വരും. അപ്പം അങ്ങനെ അവളുടെ വർത്താനം കേട്ടിട്ട് അനിരുദ്ധ് നന്നായിട്ട് ചിരിച്ചിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം സൗദാമിനി പറയുന്നുണ്ട് നീ കാരണമാണ് അവൾക്ക് ഇപ്പോൾ ഈ ഗതിയൊക്കെ വന്നത്, അവൾ ശരിക്കും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല, അപ്പം അതിൻ്റെ ഒക്കെ കാരണമാണ് അവൾക്ക് ഇങ്ങനെ വന്നത്. അവളിങ്ങനെ കെടുക്കുന്നല്ലോ, നീ ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നാൽ അവൾക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാനും ടൈം കൊടുക്കുമെന്ന് അനിരുദ്ധിനോട് അവൾ പറയുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ് ബോന്തോട് പറയാണ് ഇനി നിനക്ക് ഇഷ്ടമുള്ളത് എന്താ വെച്ചാൽ നിനക്ക് എപ്പോൾ തോന്നുന്നോ, നിനക്ക് എന്തൊക്കെ കഴിക്കാൻ തോന്നുന്നോ നീ അപ്പോൾ അതെടുത്ത് കഴിക്കി പോന്നിട്ടാ, ഞാൻ നിനക്ക് ഒരു വിലക്കും ഞാൻ ഏർപ്പെടുത്തിയിട്ടില്ല, നീ എന്ത് വേണമെങ്കിലും നിനക്ക് ഇഷ്ടമുള്ളത് നീ കഴിച്ചോ, നിനക്ക് രസഗുള കഴിക്കണോ നീ അത് കഴിച്ചോ, നിനക്ക് എത്ര വെള്ളം കുടിക്കണോ നീ അത് കുടിച്ചോ എന്ന് അവന് നല്ല സങ്കടത്തിൽ പറയുന്നുണ്ട് അവളോട്. അപ്പോൾ എന്നിട്ട് പറയണേ എനിക്കൊന്നും വേണ്ട, എനിക്ക് പതിവാബ് പറഞ്ഞില്ലേ അത് സാധനങ്ങൾ ഞാൻ കഴിച്ചോളാം, അത് ചിലപ്പോൾ രസമൊന്നും ഉണ്ടാവില്ല, പക്ഷേ എൻ്റെ ആരോഗ്യത്തിന് അതല്ലേ നല്ലത്, അപ്പോൾ ഇത് മാറണ വരെ എനിക്ക് രസഗുള ഒന്നും വേണ്ട, ഞാൻ പതിവാബ് പറഞ്ഞത് മാത്രം അനുസരിക്കുള്ള, ആൾ പറഞ്ഞത് മാത്രം ഞാൻ കഴിച്ചോളാം എന്നൊക്കെ പറയുമ്പോൾ അനിരുദ്ധ അവളുടെ മുഖത്ത് നോക്കിയിട്ട് തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സൗദാമിനിയുടെ മുഖമൊക്കെ ആകെ പോവാണ്, അവൾ ആകെ ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. ബോനിത ഇങ്ങനെയൊന്നും പറയുന്ന അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, രസഗുള തരാന്നൊക്കെ പറഞ്ഞാൽ അവൾ എന്തായാലും വേണം എന്നൊക്കെ അല്ലേ പറയാറ്. അപ്പോൾ ഇങ്ങനെ അവൾ ഒരിക്കലും മറുപടി പറയുമെന്ന് സൗദാമിനി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ അവൾ ആകെ ദേഷ്യത്തിൽ നിൽക്കുന്നുണ്ട്, അനിരുദ്ധിൻ്റെ അച്ഛനും ആകെ ദേഷ്യത്തിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ ത്രിലോചന ആണെങ്കിൽ ബോന്തയുടെ മുഖത്ത് നോക്കിയിട്ട് ചിരിച്ചിട്ട് തന്നെ നിൽക്കുകയാണ്, ആളുടെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ് ബോന്തയോട് പറയാണ് നിന്നെക്കാൾ വലുതായിട്ട് എനിക്ക് ഒന്നുമില്ല ബോന്തത, ഈ വെല്ലുവിളിയൊക്കെ അത് കഴിഞ്ഞിട്ടുള്ളൂ, നീയാണ് എനിക്ക് ഏറ്റവും വലുത്, നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ എനിക്ക് തീരെ സഹിക്കാൻ പറ്റില്ല ബോന്തിത്ത, നീയാണ് എനിക്ക് ഏറ്റവും വലുത്, നീ ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല എന്ന് അനിരുദ്ധ് പറയുന്നുണ്ട്. അപ്പോൾ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ബോന്തിത്ത ഇത് കേട്ടിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് ബോന്തിത്ത പറയാണ് നമുക്ക് ഒന്നിച്ചിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഒപ്പം കൊണ്ടുപോകാണ്ട്, എന്നാലല്ലേ എൻ്റെ ഈ സ്വഭാവമൊക്കെ മാറുള്ളൂ, നമുക്ക് ഒപ്പം നിന്നാൽ ഇതൊക്കെ മാറുള്ളൂ എന്ന് അനിരുദ്ധിനോട് പറയുമ്പോൾ അനിരുദ്ധ് ചിരിക്കുന്നുണ്ട്. സൗദാമിനി അനിരുദ്ധിനോട് പറയാണ് ഞാൻ വേഗം ബോന്തിതയുടെ ബാഗൊക്കെ പാക്ക് ചെയ്യുക, അവളുടെ ഡ്രസ്സൊക്കെ ഞാൻ പാക്ക് ചെയ്തോളാം, നീ വേഗം അവളെ കൊണ്ടാക്കാൻ നോക്ക്, വേഗം നേരം ഒഴുകുമ്പോഴേക്കും വേഗം കൊണ്ടാക്കിക്കോ, അവൾക്ക് തീരെ വയ്യല്ലോ എന്നൊക്കെ സൗദാമിനി പറയുമ്പോൾ അനിരുദ്ധ് പറയാണ് ഞാൻ എങ്ങോട്ട് കൊണ്ടാക്കണം, അവളെ എങ്ങോട്ട് പോണില്ല, ബോന്തിത ഇവിടെ തന്നെ നിൽക്കുമെന്ന് പറയുമ്പോൾ അവൾ ആകെ ഞെട്ടുകയാണ്. കാരണം അവൻ വാക്ക് മാറ്റി പറഞ്ഞില്ലേ, അവൻ നേരത്തെ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ആകെ ഞെട്ടിയിട്ട് ആകെ വിഷമിച്ചിട്ട് നിൽക്കുന്നുണ്ട്. ഒപ്പം അനിരുദ്ധിൻ്റെ അച്ഛനും ത്രിലോചനൊക്കെ ആകെ ഞെട്ടുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ് പറയാണ് അവൾക്ക് എന്നിൽ നല്ല വിശ്വാസമുണ്ട്, അവളുടെ ഈ സ്വഭാവം ഞാനായിട്ട് മാറ്റുന്ന അവൾക്ക് നല്ല വിശ്വാസമുണ്ട്, അവൾ എൻ്റെ ഒപ്പം നിൽക്കാനാണ് ശ്രമിക്കുന്നത്, അല്ലാതെ അവൾക്ക് വീട്ടിലേക്ക് പോകുന്നല്ലോ അവൾ പറഞ്ഞു, അവൾ ഇവിടെ നിന്നിട്ട് എൻ്റെ ഒപ്പം നിന്നിട്ട് അവളുടെ ഈ സ്വഭാവം മാറ്റണമെന്നല്ലേ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവളെ എങ്ങോട്ട് കൊണ്ടുപോകാൻ പോകണില്ല, അവൾ എൻ്റെ ഒപ്പം തന്നെ നിൽക്കുമെന്ന് എല്ലാവരോടും പറയുന്നുണ്ട്. അപ്പോൾ അച്ഛന് അവനൊരുപാട് ചീത്ത പറയുന്നുണ്ട്, നീ ഒരു വക്കീലാണെന്ന് മറക്കരുതെന്ന് പറയുമ്പോൾ അവൻ പറയാണ് ഞാൻ ബോന്തിതനെ ഒരു വക്കീലാക്കും എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. എന്നിട്ട് അവനെ ഇട്ട് തർക്കിച്ചിട്ട് തന്നെ നിൽക്കുകയാണ്, അവളെ ഒരിക്കലും ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോക്കില്ല എന്ന് അവൻ പറയാണ്. സമ്പൂർണ്ണ സൗരഭിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത് കാണിക്കുന്നുണ്ട്. സൗരഭിനോട് അവൾ എന്തിനാണ് ആ മരുന്ന് അതിലിട്ടതെന്ന് പറയുന്നുണ്ട്, വിവാഹ ജീവിതം നല്ലപോലെ പോകാൻ വേണ്ടിയിട്ടൊക്കെയാണ് അവൾ അവിടെ അതിലിട്ടതെന്നും പറയുന്നുണ്ട്. പിന്നെ ബോന്തയുടെ കാര്യം പറയുന്നുണ്ട്, അവൾ ആ വെല്ലുവിളി ഏറ്റെടുത്തതൊക്കെ അല്ലേ, അവളുടെ ഈ സ്വഭാവം മാറാൻ വേണ്ടിയിട്ട് അനിരുദ്ധ ഏറ്റെടുത്ത വെല്ലുവിളിനെ കുറിച്ചിട്ടൊക്കെ സമ്പൂർണ്ണ സൗരഭിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ബോന്തനെ കാണിക്കാണ്, ബോന്തിത്ത റൂമിൽ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ബട്ടൂക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവർ കുറച്ച് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം ബട്ടൂക്ക് അവിടെ ലൈറ്റ് കെടുത്തിയിട്ട് പോവാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ബോന്തിതക്ക് നന്നായിട്ട് പേടിയാവുന്നുണ്ട്. ലൈറ്റ് കെടുത്തിയിട്ട് ബട്ടൂക്ക് വാതിൽ അടച്ചിട്ട് അവളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ബോന്തിത എണിച്ച് വന്നിട്ട് പറയണം അയ്യോ വാതിൽ തുറക്ക്, എൻ്റെ അച്ഛനെ പാമ്പ് കടിക്കുന്നതാണ് അവൾ പറയുന്നത്, അച്ഛനെ പാമ്പ് കടിക്കും, വേഗം വാതിൽ തുറക്ക് എന്ന് ഇങ്ങനെ അവൾ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അവൾ എന്തിനു വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത് എന്ന് അടുത്ത എപ്പിസോഡിൽ പറയുന്നതാണ്. അപ്പോൾ ഇനിയുള്ള എപ്പിസോഡ്സൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡ്സ് ആണ്. അപ്പോൾ ആരും അത് മിസ്സാക്കരുത്. അപ്പോൾ തുടർന്നുള്ള എപ്പിസോഡ്സ് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.